നമസ്കാരം, ഞാൻ സൂര്യവാസൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. ചോർത്തലിന്റെ മൂർച്ച. ജേക്കബ് തോമസിന്റെ ഫോൺ ചോർത്തൽ വിവാദമുയർത്തിയ രാഷ്ട്രീയ സമ്മർദ്ദത്തിൽ സർക്കാർ. ആഭ്യന്തര വകുപ്പ് അറിയാതെ വിജിലൻസ് ഡയറക്ടറുടെ ഫോണും ഇമെയിലും ചോർത്താനാവില്ലെന്ന് പ്രതിപക്ഷ നേതാവ്. ഗൗരവമേറിയ വിഷയത്തിൽ പിണറായി മറുപടി പറയണമെന്നും ചെന്നിത്തല. തന്റെ ഔദ്യോഗിക ഫോണും ഇമെയിലും ഉന്നത IPS ഉദ്യോഗസ്ഥൻ ചോർത്തുന്നതായി പോലീസ് മേധാവിക്ക് ജേക്കബ് തോമസ് പരാതി നൽകിയത് കഴിഞ്ഞ ദിവസം. അതേസമയം സ്ഥലത്ത് ഇല്ലാതിരുന്നതിനാൽ പരാതി ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നും അന്വേഷിച്ചു നടപടിയെന്നും DGP ലോക്നാഥ് ബെഹ്റ. കഡ്ജു ഹാജരാകും. സൗമ്യ വധക്കേസിൽ സുപ്രീം കോടതിയിൽ ഹാജരാകാൻ ഒരുങ്ങി ജസ്റ്റിസ് മാർക്കണ്ഡേയ കഡ്ജു. സുപ്രീം കോടതിയിൽ നിന്ന് നോട്ടീസ് ലഭിച്ചെന്നും നവംബർ 11-ന് ഹാജരാകുമെന്നും കഡ്ജു. പ്രതി ഗോവിന്ദചാമിയുടെ വധശിക്ഷ റദ്ദാക്കിയതിൽ വിമർശിച്ച് കഡ്ജു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ഇത് ഹർജിയായി പരിഗണിച്ചാണ് കേസിൽ ഹാജരാകാൻ മുൻ ജഡ്ജിയോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടത്. അതിനിടെ സൗമ്യ വധക്കേസിൽ ADGP B സന്ധ്യ ജസ്റ്റിസ് മാർക്കണ്ഡേയ കഡ്ജുവുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ അതൃപ്തി പ്രകടിപ്പിച്ച് AG CP സുധാകര പ്രസാദ്. നിർണായക കേസിൽ സർക്കാർ അറിയാതെ സന്ധ്യ സ്വന്തം നിലയിൽ തീരുമാനമെടുത്തത് ശരിയായില്ല. കേസ് നടത്താൻ സർക്കാർ അറ്റോർണി ജനറലിനെ നിയോഗിച്ചിട്ടുള്ളപ്പോൾ റിട്ടയർഡ് ജഡ്ജിയെ സമീപിച്ചത് ഉചിതമല്ലെന്നും AGയുടെ വിമർശനം. അതേസമയം കഡ്ജുവിനെ കണ്ടത് സൗമ്യ കേസുമായി ബന്ധപ്പെട്ടല്ലെന്ന് ADGP B സന്ധ്യ. കൂടിക്കാഴ്ച വ്യക്തിപരമെന്നും വിശദീകരണം. B സന്ധ്യയുടെ വിവാദ സന്ദർശനം നടന്നത് സൗമ്യ കേസിലെ വിചാരണ കോടതി ജഡ്ജി K രവീന്ദ്രബാബു, പബ്ലിക് പ്രോസിക്യൂട്ടർ സുരേഷൻ എന്നിവർക്കൊപ്പം കഴിഞ്ഞ തിങ്കളാഴ്ച. പിളർപ്പിന്റെ നിഴലിൽ. UPയിൽ ഭരണകക്ഷിയായ സമാജ്വാദി പാർട്ടിയെ പിളർപ്പിന്റെ വക്കിലാക്കി മുഖ്യമന്ത്രി അഖിലേഷ് യാദവിന്റെ കടുത്ത നടപടി. ശിവപാൽ യാദവ് ഉൾപ്പെടെ 5 മന്ത്രിമാരെ കൂട്ടത്തോടെ പുറത്താക്കിയ അഖിലേഷ് വൈകാതെ ഗവർണറെ കാണും. പുറത്തായത് ശിവപാൽ യാദവിന്റെ പക്ഷക്കാർ. നിർണായക യോഗത്തിൽ MLA-മാർക്ക് അഖിലേഷ് യാദവിന്റെ കർശന മുന്നറിയിപ്പ്. തന്നെ എതിർക്കുന്നവരെല്ലാം പുറത്താകുമെന്നും വഞ്ചകർക്കും ഒറ്റുകാർക്കും പാർട്ടിയിൽ സ്ഥാനമില്ലെന്നും അഖിലേഷ്. താനും അനുയായികളും മുലായം സിംഗിന്റെ നേതൃത്വം അംഗീകരിക്കുന്നതായും പ്രഖ്യാപനം. ശിവപാൽ യാദവിനെ അഖിലേഷ് പുറത്താക്കിയത് അച്ഛൻ മുലായം സിംഗിന്റെ മൗനസമ്മതത്തോടെയെന്ന് സൂചന. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പടിവാതുക്കൽ സമാജ്വാദി പാർട്ടി നേരിടുന്നത് കടുത്ത പ്രതിസന്ധി. മുതിർന്ന നേതാക്കൾ മുലായം സിംഗുമായി അടിയന്തര ചർച്ചയിൽ. ആക്രമണവും അഭയവും. ജമ്മു കാശ്മീരിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് പാക് സേന വെടിവെപ്പ് തുടരവെ അതിർത്തി ഗ്രാമങ്ങളിൽ കുടിയൊഴിക്കൽ. 2 ദിവസത്തിനിടെ 400-ൽ അധികം പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയതായി BSF. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സേനയുടെ പ്രഹരത്തിൽ 7 പാക് ഭടന്മാർ കൊല്ലപ്പെട്ടതിന് പ്രത്യാക്രമണം ഉണ്ടായേക്കുമെന്ന് സൂചന. സാംബ സെക്ടറിൽ നിന്നും ഇന്നലെ പിടികൂടിയ പാക്ചാറിനെ ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. അതിനിടെ കഴിഞ്ഞ ദിവസം പാക് സേനയുമായുള്ള ഏറ്റുമുട്ടലിനിടെ ഗുരുതരമായി പരിക്കേറ്റ BSF ഭടൻ ഗുർനാം സിംഗ് ഇന്ന് ജമ്മു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചു. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2835 രൂപ, പവൻ 22,680 രൂപ, വെള്ളി ഗ്രാമിന് 47 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30-ന്. നമസ്കാരം.